ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് മിറക്കിൾസ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആസാഫ് ഈ ദൈവത്തെപ്പറ്റി പറയുന്നത് 77 സങ്കീർത്തനം 14 വാക്യം, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അത്ഭുതം എന്നത് മനുഷ്യൻ്റെ ധാരണയ്ക്കതീതമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയും മനുഷ്യരിൽ അത്ഭുതമുണർത്തുകയും ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമായി നിലകൊള്ളുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ജീസസ് നെവർ പെർഫോംഡ് എ മിറക്കിൾ വിത്തൗട്ട് എ പർപ്പസ്. എന്നാൽ യേശു ഒരിക്കലും ഒരു ലക്ഷ്യമില്ലാതെ ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അത്ഭുതം ചെയ്യുവാനായി മാത്രം യേശു അത്ഭുതം ചെയ്തിട്ടില്ല. ഓരോ അത്ഭുതങ്ങളിലൂടെയും ഓരോ പാഠങ്ങൾ നൽകുകയും ദൈവനാമം മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യേശു പറഞ്ഞ വാക്കിന് പത്രോസ് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയതാണ് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്ന്. യേശുവിൻ്റെ അത്ഭുതം പത്രോസിൻ്റെ പടകിൽ നടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നടന്നിരുന്നു. അതത്രേ, യേശുവിന് തൻ്റെ പടകിൽ ഒരു ഇരിപ്പിടം പത്രോസ് ഒരുക്കി എന്നത്. പത്രോസ് അത് അനുവദിച്ചത് നിമിത്തം അവൻ്റെ പടക് ആയിരങ്ങൾ യേശുവിൻ്റെ ഉപദേശം കേൾക്കുന്ന ഒരു പുൽപ്പിറ്റായി മാറി. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പടക് അവൻ്റെ ഉപജീവന മാർഗമായിരുന്നു. നാം ഒരു മത്സ്യത്തൊഴിലാളിയെങ്കിൽ നമ്മുടെ പടക് നമ്മുടെ ബിസിനസ്സാണ്. പത്രോസ് ഇവിടെ യേശുവിനെ തൻ്റെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു. എന്നാൽ യേശുവിൻ്റെ പരിപാടി എന്നത് പത്രോസിനെ അനുഗ്രഹിക്കുക മാത്രമല്ല, അതിലുപരിയായി തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു വേദിയായി ആ പടകിനെ ഉപയോഗിക്കുക കൂടി ചെയ്തു. പത്രോസ് ചെയ്തതുപോലെ നമ്മുടെ ബിസിനസ്സിലേക്ക്, തൊഴിൽ രംഗത്തേക്ക് യേശുവിനെ ക്ഷണിക്കുകയും അവിടെ അവനെ ഒരു ഇരിപ്പിടം ഒരുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി കൂടി തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു വേദിയായി മാറ്റുകയും ചെയ്യും. പരാജയത്തിൻ്റെ ഭയം, നഷ്ടത്തിൻ്റെ ആശങ്ക, അധ്വാനത്തിൻ്റെ നിരാശ എന്നിവയാൽ ആരെങ്കിലും ഇന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പടകിൽ യേശു കാൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം അവനെ ഇരുകരവും നീട്ടി സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ പടക് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.